മറ്റൊരു വാർത്ത, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ എക്സൈസ് പരിശോധന. ഹോസ്റ്റലിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, ഇപ്പോൾ എന്താണ് പരിശോധനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? ഇന്ന് വൈകിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിൽ എക്സൈസിന്റെ പരിശോധന നടന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഹോസ്റ്റലിന്റെ സമീപത്താണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ആ മെൻസ് ഹോസ്റ്റൽ. കോളേജ് ക്യാമ്പസിന് പുറത്താണ് ഈ ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത്. മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഇവിടെ താമസിച്ച് പഠിക്കുന്നത്. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധനയ്ക്ക് എത്തിയത്. ഈ ഹോസ്റ്റലിനകത്ത് നിന്ന് തന്നെയായിരുന്നു ആ ഇൻഫർമേഷൻ എക്സൈസിന് കിട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഷാഡോ സംഘം ഇവിടെ പരിശോധനയ്ക്ക് എത്തിയത്. അതിനുശേഷം കുറച്ചു നേരം ഈ ക്യാമ്പസിന്റെ ഈ മെൻസ് ഹോസ്റ്റലിന്റെ പരിസരം നിരീക്ഷിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥർ അകത്ത് കടന്ന ശേഷം ഇപ്പോൾ ഷാഡോ സംഘം ആയതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ആദ്യം ഒന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ കുറച്ചു നേരം അവിടെ തടഞ്ഞു നിർത്തി. പിന്നീടാണ് അകത്തേക്ക് കയറിയത്. അകത്ത് കയറി വിശദമായി തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പക്ഷേ ആ ഇൻഫർമേഷൻ അനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊന്നും കിട്ടിയില്ല. ലഹരി മരുന്നുകൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നായിരുന്നു ഇൻഫർമേഷൻ കിട്ടിയത്. പക്ഷേ പരിശോധനയിൽ ലഹരി മരുന്നുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പരിശോധനയ്ക്ക് ശേഷം എക്സൈസ് സംഘം ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. അനുജ. ശരി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ എക്സൈസിന്റെ പരിശോധന. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന.